പാമ്പ് കടിയേറ്റാൽ സാധാരണഗതിയിൽ കടിയേറ്റവരുമായി പെട്ടെന്ന് പോകുന്നത് അത്യാഹിത വിഭാഗത്തിലേക്കാണ് ആശുപത്രികളിൽ. പക്ഷേ ഈ അത്യാഹിത വിഭാഗത്തിൽ തന്നെ പാമ്പിനെ കണ്ടാലോ, അതും കൊടും വിപത്തായിട്ടുള്ള വലിയ വിഷമുള്ള അണലിയെ കണ്ടാലോ, അത്തരമൊരു വാർത്തയാണ് തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വരുന്നത്. താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലാണ് അണലിയെ കണ്ടെത്തിയത്. സ്ഥലത്തെത്തിയ വനം വകുപ്പിൻ്റെ RRT ടീം പാമ്പിനെ പിടികൂടി. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വനം വകുപ്പ് RRT സംഘത്തിലെ റോഷ്നിയുടെ നേതൃത്വത്തിലാണ് വനം വകുപ്പ് ജീവനക്കാരെത്തി ഈ പാമ്പിനെ പിടികൂടിയത്. അണലിയാണ്, കൊടും വിഷമുള്ള പാമ്പാണ് അണലി. അതിനെയാണ് അത്യാഹിത വിഭാഗത്തിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ ചേരുന്നു. അജ്മൽ ദിറാർ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഈ താപനില ഉയരുന്ന പശ്ചാത്തലത്തിൽ വീടുകളുടെയും പരിസര പ്രദേശങ്ങളിലുമൊക്കെ പാമ്പിന്റെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് വിതുര താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ അത്യാഹിത വിഭാഗത്തിൽ സ്റ്റെപ്പിനടിയിൽ ഈ പടിക്കെട്ടുകൾക്കിടയിലുള്ള ഒരു ദ്വാരത്തിനുള്ളിൽ അണലി കയറിയിരിക്കുന്നത് രാവിലെ ജീവനക്കാർ കണ്ടത്. ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് ഇവർ ആ ദ്വാരം, ഈ അണലിയെ കണ്ട ഭാഗം പഞ്ഞി വെച്ചടയ്ക്കുകയും RRT സംഘത്തെയും അറിയിക്കുകയുമായിരുന്നു. റാപ്പിഡ് റെസ്പോൺസ് ടീം ഉടൻ തന്നെ അവിടേക്ക് എത്തുകയും ഈ അണലിയെ പിടികൂടുകയുമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന, വളരെ പിന്നാക്ക വിഭാഗക്കാരായ മനുഷ്യർ നിരന്തരം ആശ്രയിക്കുന്ന ഈ വിതുരയൊക്കെ പോലെയുള്ള പ്രദേശങ്ങളിലെ ഈ താലൂക്ക് ആശുപത്രിയിൽ, ഇത്രയും ജനനിബിഡമായ ആശുപത്രിയിലൊക്കെ ഇത്രയും വിഷമുള്ള പാമ്പിനെ കണ്ടെത്തിയതിൽ ആ ആശുപത്രി ആശ്രയിക്കുന്നവരും വലിയ ഭയപ്പാടിലും ആശങ്കയിലുമാണ്. കാരണം ഒരു അണലി പ്രസവിച്ചാൽ അതിന് 40 കുഞ്ഞുങ്ങൾ വരെയൊക്കെ ഉണ്ടാകുമെന്നാണ് സാധാരണഗതിയിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പിടിച്ച ഈ പാമ്പിന്റെ കുഞ്ഞുങ്ങളും ആ പരിസര പ്രദേശത്ത് ഉണ്ടാകുമോ, ഇനി അത് കൂടുതൽ അപകടങ്ങൾ വിതയ്ക്കുമോ എന്നുള്ള പേടിയിലും ഭയത്തിലുമാണ് അവിടുത്തെ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ആശുപത്രി ആശ്രയിക്കുന്നവരുമുള്ളത്. ഏതായാലും നിലവിൽ കണ്ടെത്തിയ അണലിയെ അവിടെ വന്ന RRT സംഘം പിടികൂടിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ അവിടെ ഒരു ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും അവിടെ അതിന്റെ കുഞ്ഞുങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമോ എന്ന ഭയത്തിൽ കൂടിയാണ് ജീവനക്കാരും ആശുപത്രി ആശ്രയിക്കുന്നവരുമുള്ളത്. ദിലീപ്, തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ അണലിയെ കണ്ടെത്തി വനംവകുപ്പിന്റെ RRT ടീം ഈ പാമ്പിനെ പിടികൂടി. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.